ഇന്ന് കാണുന്ന ആധുനിക മനുഷ്യന് മുൻപുള്ള നരവംശാവലികളെക്കുറിച്ചുള്ള മൂന്നാമത്തേതും അവസാനത്തേതുമായ വീഡിയോയാണ്. ഇത്തരം വീഡിയോകളെക്കുറിച്ചുള്ള ചരിത്രങ്ങൾ ഇഷ്ടപ്പെടുന്നവരുടെ യോജിച്ചോ വിയോജിച്ചോ ഉള്ള അഭിപ്രായങ്ങൾ അറിയാൻ താല്പര്യമുണ്ട്. അത്തരം കമൻറ്റുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലോയർ പാലിയോലിത്തിക്കിൽ ജീവിച്ചിരുന്ന ഹോമിനിനുകളായ ഹോമോ ഇറക്ടസും ഹോമോ എർഗാസ്റ്ററും ഏകദേശം 3 ലക്ഷം മുതൽ 1.5 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് തീ ഉപയോഗിച്ചിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ജന്തുജാലങ്ങളുടെ നിലനിൽപ്പിന് പലപ്പോഴും ഭീഷണിയായിരുന്ന തീയെ മെരുക്കി വരുതിയിലാക്കി അത് തങ്ങളുടെ ഭക്ഷണ ആവശ്യത്തിനും കാലാവസ്ഥാ പ്രതിരോധത്തിനും ഉപയുക്തമാക്കാൻ കഴിഞ്ഞത് ആ കാലഘട്ടത്തിലെ പുരോഗതിക്ക് ആക്കം കൂട്ടി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ അതിനു മുമ്പ് തന്നെ ആദ്യകാല ലോവർ പാലിയോലിത്തിക്കിലെ ഹോമിനിനുകളായ ഹോമോ ഹാബിലിസ് അല്ലെങ്കിൽ പരാന്ത്രോപ്പസ് തീ ഉപയോഗിച്ചിരിക്കാൻ സാധ്യതയുണ്ടെന്നും ഗവേഷകർ കരുതുന്നു. എന്നാലും മധ്യ പാലിയോലിത്തിക് സമൂഹങ്ങളോടുകൂടിയാണ് തീയുടെ ഉപയോഗം സർവ്വസാധാരണമായതെന്നാണ് വിശ്വസനീയമായ തെളിവുകൾ കിട്ടിയിട്ടുള്ളത്. തീയുടെ ഉപയോഗം മനുഷ്യരുടെ ഇടയിലെ മരണനിരക്ക് കുറയ്ക്കുകയും അപകടകാരികളായ മറ്റു മൃഗങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുകയും ചെയ്തു. ആദ്യകാല ഹോമിനിനുകൾ ഏകദേശം 19 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ലോവർ പാലിയോലിത്തിക്കിലോ ഏകദേശം 2.5 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മിഡിൽ പാലിയോലിത്തിക്കിലോ ഭക്ഷണം പാകം ചെയ്യാൻ തുടങ്ങിയിരിക്കാമെന്നാണ് കരുതുന്നത്. വെന്ത മാംസത്തിൻ്റെയും കിഴങ്ങുവർഗ്ഗങ്ങളുടെയും രുചി അറിഞ്ഞത് ഒരുപക്ഷെ കാട്ടുതീ മൂലം ആയിരിക്കണം. അത്തരം ചുറ്റുപാടിൽ ഭക്ഷണത്തിന് ലഭ്യത സ്വാഭാവികമായും കുറയും. അതിജീവനത്തിന് കിട്ടുന്നത് എന്തും തീയിൽ വെന്തതുപോലും ആഹാരമാക്കേണ്ടി വരും. ശീതീകരിച്ച മാംസം ചൂടാക്കിയാവണം ഹോമിനിനുകൾ ഭക്ഷണം പാകം ചെയ്യാൻ തുടങ്ങിയതെന്ന് ഗവേഷകർ അനുമാനിക്കുന്നു. ഇത് തണുത്ത പ്രദേശങ്ങളിൽ അവരുടെ നിലനിൽപ്പിന് സഹായകരമായിരുന്നു. പാചകത്തിന് തെളിവായി തലയോട്ടിയിലെയും ശരീരത്തിലെയും രൂപാന്തര മാറ്റങ്ങളെ പുരാവസ്തു ഗവേഷകർ എടുത്തു പറയുന്നു. മൂളാറിൻ്റെയും താടിയെല്ലിൻ്റെയും വലിപ്പം കുറയുക, പല്ലിൻ്റെ ഇനാമലിൻ്റെ കനം കുറയുക, കുടലിൻ്റെ വലിപ്പം കുറയുക എന്നിവയൊക്കെയാണ് ഈ രൂപമാറ്റങ്ങൾ. പ്ലീസ്റ്റോസിൻ യുഗത്തിൻ്റെ ഭൂരിഭാഗവും നമ്മുടെ പൂർവികർ പ്രധാനമായും ഭക്ഷണം വറുത്ത് കഴിക്കുകയായിരുന്നു. അപ്പർ പാലിയോലിത്തിക്കും ആയതോടെ ഭക്ഷണം തിളപ്പിക്കാൻ തുടങ്ങുകയും അത് സസ്യഭക്ഷണങ്ങളെ കൂടുതൽ ദഹിപ്പിക്കുകയും വിഷാംശം കുറയ്ക്കുകയും അവയുടെ പോഷക മൂല്യം പരമാവധി വർദ്ധിപ്പിക്കുകയും ചെയ്തു. ചൂടാക്കാൻ ഉപയോഗിച്ച കല്ലുകൾ പുരാവസ്തുക്കളിൽ നിന്ന് എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിഞ്ഞു. വലിയ കല്ലുകൾ ചൂടാക്കി ആ ചൂട് കല്ലുകൾ കൊണ്ട് വെള്ളം ചൂടാക്കി പാചകം ചെയ്യുന്ന വിദ്യ സാധാരണമായിരുന്നു. ലോവർ പാലിയോലിത്തിക് കാലഘട്ടത്തിൽ ഹോമോ ഇറക്ടസ് വലിയ ജലാശയങ്ങളിലൂടെ സഞ്ചരിക്കാൻ 8 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ചങ്ങാടങ്ങൾ കണ്ടുപിടിച്ചിരിക്കാം എന്നാണ് കരുതപ്പെടുന്നത്. ഹോമോ ഇറക്ടസ് പോലുള്ള ലോവർ പാലിയോലിത്തിക് ഹോമിനിനുകൾ മുമ്പ് ഗവേഷകർ വിശ്വസിച്ചിരുന്നതിലും കൂടുതൽ പുരോഗമിച്ചിരുന്നുവെന്നും ഭാഷയുടെ ആദ്യകാല രൂപം പോലും അവർ ഉപയോഗിച്ചിരിക്കാമെന്നും ലോവർ പാലിയോലിത്തിക് കാലഘട്ടത്തിലെ ചങ്ങാടങ്ങളുടെ ഉപയോഗം സൂചിപ്പിക്കുന്നു. ഏകദേശം 2 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മിഡിൽ പാലിയോലിത്തിക്കിലെ ശിലോപകരണ നിർമ്മാണം മുൻ രീതികളെക്കാൾ കൂടുതൽ വിപുലമായ ഒരു ഉപകരണ നിർമ്മാണ രീതിയിലേക്ക് മാറി. ഇതറിയപ്പെടുന്നത് പ്രിപ്പയർഡ് കോർ ടെക്നിക് എന്നാണ്. ഈ സാങ്കേതികവിദ്യ കൂടുതൽ നിയന്ത്രിതവും ആവശ്യാനുസരണവുമുള്ള ശിലാപാളികൾ സൃഷ്ടിക്കാൻ സഹായിച്ചതുകൊണ്ട് ഉപകരണ നിർമ്മാണത്തിലെ കാര്യക്ഷമത കൂടുതൽ വർദ്ധിച്ചു. ഈ രീതി മധ്യ പാലിയോലിത്തിക് കാലഘട്ടത്തിലെ മനുഷ്യർക്ക് കൽമുനയുള്ള കുന്നങ്ങൾ സൃഷ്ടിക്കാൻ ഉപകരിച്ചു. മൂർച്ചയുള്ളതും കൂർത്തതുമായ കല്ല് അടരുകൾ മരത്തടികളിൽ ഘടിപ്പിച്ചുകൊണ്ടുള്ളവ ആദ്യകാല സംയോജിത ഉപകരണങ്ങളായിരുന്നു. ഉപകരണ നിർമ്മാണ രീതികൾ മെച്ചപ്പെടുത്തുന്നതിന് പുറമെ
പുതിയ സാങ്കേതികവിദ്യ വൈവിധ്യമാർന്ന ഭക്ഷണ സ്രോതസ്സുകളുടെ ഉപയോഗത്തിലേക്കും അവരെ കൊണ്ടുപോയി. ഏകദേശം 70,000-65,000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യർ മൈക്രോലിത്തുകൾ എന്നറിയപ്പെടുന്ന ചെറിയ ശിലാപാളികൾ കണ്ടെത്തി. അവ വില്ലുകളുടെയും അറ്റ്ലാന്റുകൾ എന്നറിയപ്പെടുന്ന കുന്തം എറിയുന്ന ഉപകരണത്തിൻ്റെയും കണ്ടുപിടുത്തത്തിന് കാരണമായി. മിഡിൽ പാലിയോലിത്തിക്കിൻ്റെ അവസാന കാലമായതോടെ ഹോമിനിനുകൾ ചാട്ടുളികൾ കണ്ടുപിടിക്കുകയും ആദ്യമായി ഉപയോഗിക്കുകയും ചെയ്തു. ഈ കണ്ടുപിടുത്തം മത്സ്യത്തെ മനുഷ്യൻ്റെ ഭക്ഷണക്രമത്തിൻ്റെ ഭാഗമാക്കി മാറ്റി. ഇത് പട്ടിണിക്കെതിരെ സംരക്ഷണവും കൂടുതൽ സമൃദ്ധമായ ഭക്ഷണത്തിൻ്റെ സാധ്യതകളും നൽകി. നിയാണ്ടർതാലികളെ പോലുള്ള പാലിയോലിത്തിക് ജനവിഭാഗങ്ങൾ അവരുടെ സാങ്കേതികതയുടെയും വികസിത സാമൂഹ്യ ഘടനയുടെയും ഫലമായി ആധുനിക മനുഷ്യരെ പോലെ തന്നെ വലിയ മൃഗങ്ങളെ വേട്ടയാടിയിരുന്നതായി കരുതപ്പെടുന്നു. അപ്പർ പാലിയോലിത്തിക് കാലഘട്ടത്തിലെ മറ്റു കണ്ടുപിടുത്തങ്ങളാണ് വല, അമ്പും വില്ലും, കുന്തങ്ങളെറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്നിവ. സെറാമിക് കലയുടെ ഏറ്റവും പഴക്കമുള്ള ഉദാഹരണമാണ് ഏകദേശം 29,000-25,000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഡോൾനി വെസ്റ്റോളീസിലെ വീനസ് സോളമൻ ദ്വീപുകളിൽ ഒന്നിലുള്ള ബുക്കു ദ്വീപിലെ കിലു ഗുഹ. മനുഷ്യൻ ആ കാലഘട്ടത്തിൽ തന്നെ 60 കിലോമീറ്ററുള്ള സമുദ്രത്തിലൂടെ സഞ്ചരിക്കാൻ സാധിച്ചിരുന്നതിൻ്റെ തെളിവാണത്. റോബർട്ട് കെ വെയിൻ ശേഖരിച്ച നായ്ക്കളുടെ DNA നിന്നുള്ള തെളിവുകൾ അനുസരിച്ച് ഏകദേശം 1,00,000 വർഷങ്ങൾക്കോ അല്ലെങ്കിൽ അതിനും മുമ്പ് മധ്യ പാലിയോലിത്തിക്കിൻ്റെ അവസാനത്തിലോ നായ്ക്കളെ ആദ്യമായി ഇണക്കിയെടുത്തിരിക്കാമെന്നാണ്. മനുഷ്യർ വേട്ടയ്ക്കുള്ള സഹായത്തിനായിട്ടായിരിക്കണം നായയെ ഇണക്കി വളർത്താൻ തുടങ്ങിയത്. ഓറിഗ്നേഷൻ എന്നറിയപ്പെടുന്ന ആദ്യകാല അപ്പർ പാലിയോലിത്തിക് സംസ്കാരത്തിൽ ഏകദേശം 30,000 വർഷങ്ങൾക്ക് മുമ്പ് കലണ്ടറുകൾ ഉപയോഗിച്ചിരുന്നെന്ന് ഫ്രാൻസിലെ ഡോർഡോഗ്നെ മേഖലയിൽ നിന്നുള്ള പുരാവസ്തു തെളിവുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ചന്ദ്രന്റെ വിവിധ ഘട്ടങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഇത് ഒരു ചാന്ദ്ര കലണ്ടറായിരുന്നു. നിയോലിത്തിക് കാലഘട്ടം വരെ സൗര കലണ്ടറുകൾ കണ്ടുപിടിച്ചിരുന്നില്ല. അപ്പർ പാലിയോലിത്തിക് സംസ്കാരങ്ങൾക്ക് കാട്ടുകുതിരകൾ, മാൻ എന്നിവ പോലുള്ള മൃഗങ്ങളുടെ സഞ്ചാരങ്ങളെ തിട്ടപ്പെടുത്താൻ കഴിഞ്ഞിരുന്നു. ഈ കഴിവ് മനുഷ്യരെ വിദഗ്ധരായ വേട്ടക്കാരാകാനും വൈവിധ്യമാർന്ന മൃഗങ്ങളെ ചൂഷണം ചെയ്യാൻ സഹായിച്ചു. ആദ്യകാല പാലിയോലിത്തിക് സമൂഹങ്ങളുടെ സാമൂഹിക ഘടന ഏറെക്കുറെ അജ്ഞാതമാണ്. എന്നാലും ലോവർ പാലിയോലിത്തിക് ഹോമിനിനുകളായ ഹോമോ ഹാബിലിസ്, ഹോമോ ഇറക്ടസ് എന്നിവയ്ക്ക് ചിമ്പാൻസി സമൂഹങ്ങളെക്കാൾ സങ്കീർണമായ സാമൂഹിക ഘടനകൾ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. ഹോമോ എർഗാസ്റ്റർ, ഹോമോ ഇറക്ടസ് എന്നിവരായിരിക്കാം ആദ്യമായി താൽക്കാലിക താമസ സ്ഥലങ്ങളും ഷെൽട്ടറുകളും നിർമ്മിച്ച് ഉപയോഗിച്ചതും അവയെ വേട്ടയാടൽ തന്ത്രങ്ങളുടെയും ഭക്ഷണം തിരയുന്നതിൻ്റെയും ഭാഗമാക്കിയത്. അതുപോലെ ലോവർ പാലിയോലിത്തിക് മനുഷ്യർ ഏകഭാര്യത്വമുള്ളവരോ ബഹുഭാര്യത്വമുള്ളവരോ ആയിരുന്നു എന്ന കാര്യത്തിലും ശാസ്ത്രകാരന്മാർക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. പ്രത്യേകിച്ചും പാലിയോലിത്തിക്കിന് മുമ്പുള്ള ഓസ്ട്രലോപിത്തേക്കസ് സമൂഹങ്ങളിൽ ഏകഭാര്യത്വ ജീവിത ശൈലികൾക്ക് അനുഗുണമായി ബൈപെഡലിസം, അതായത് 2 കാലിൽ നടക്കാനുള്ള കഴിവ് ഉടലെടുത്തതായി ലഭിച്ച സാമ്പിളുകൾ സൂചിപ്പിക്കുന്നു. എന്നാലും ആധുനിക മനുഷ്യരെക്കാൾ ഹോമോ ഇറക്ടസ് പോലുള്ള ലോവർ പാലിയോലിത്തിക് മനുഷ്യരിൽ ആൺ പെൺ രൂപവ്യത്യാസം കൂടുതൽ പ്രകടമാണെന്നാണ് ഗവേഷകരുടെ പൊതുവിലുള്ള അഭിപ്രായം. ഇത് ലോവർ പാലിയോലിത്തിക്കിലെ മനുഷ്യർക്ക് വലിയ തോതിൽ ബഹുഭാര്യത്വ ജീവിതമായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ്. കാരണം ആൺ പെൺ രൂപവ്യത്യാസം ഏറ്റവും കൂടുതൽ പ്രകടമാകുന്നത് ബഹുഭാര്യത്വമുള്ള ജീവി വർഗങ്ങളിലാണ്. 3 ഭാഗങ്ങളിലായി പറഞ്ഞ നരവംശ ചരിത്രത്തിൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത്തരം പ്രാചീന ചരിത്രങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഒരു കമൻറ്റ് ചെയ്യുക. ഉപകാരപ്രദമെന്ന് തോന്നിയാൽ മാത്രം മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു ചരിത്രബന്ധിയായ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.